നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ഉണ്ണികൃഷ്ണൻ. പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി അടുത്തടുത്ത് വരുന്നു. ഡിസംബർ 11 ഏകാദശി ദിവസം. നമുക്ക് ഈ ഏകാദശിയുടെ പ്രത്യേകതകളൊക്കെ ഒന്നാലോചിക്കാം. പല ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് അല്ലേ, തൃപ്രയാർ ഏകാദശി, അതുപോലെ തന്നെ നമ്മുടെ വൈകുണ്ഠ ഏകാദശിയാണെങ്കിൽ, അതായത് സ്വർഗ്ഗവാതല ഏകാദശി, അത് ശ്രീരംഗത്ത് വലിയ ഉത്സവമാണ്. ട്രിച്ചിയിലുള്ളൊരു വലിയൊരു അമ്പലമാണ് കേട്ടോ. അത്രയും വലിയൊരു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അത്ര വലിയൊരു അമ്പലവും പ്രതിഷ്ഠയൊക്കെയാണ് ശ്രീരംഗത്ത്. അപ്പം ഇതോ നമ്മളെ ഗുരുവായൂരാണെങ്കിലോ ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും. ഈ ഗുരുവായൂർ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എവിടെ നിന്നൊന്നറിയില്ല ഒരു ആനന്ദം അങ്ങോട്ട് ഒഴുകി 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 എത്തുകയാണ്. നമുക്ക് ആർക്കെങ്കിലും ഗുരുവായൂർക്ക് പോകണ്ടെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അവിടെ ആ തെക്കിലും തിരക്കിലും നിന്ന് ക്യൂവിൽ നിന്ന് എത്ര സമയം നിന്ന് കഴിഞ്ഞാലും ആ ഭഗവാനെ ഒന്ന് കാണണം, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് തിരിക്കുമ്പോഴോ നമ്മളുടെ ചിന്തയെന്താ, ഇനി എന്നാണ് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുക എന്നുള്ള. അങ്ങനെ വളരെ എല്ലാവരും അത്രമാത്രം വൈഷ്ണവർ അല്ലെങ്കിൽ നമ്മളെ വിഷ്ണു ഭക്തന്മാർ എന്ന് തന്നെയല്ല, പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ എല്ലാവരും ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ ഏകാദശി. സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ എങ്ങനെയാണ്, എല്ലായിടത്തും ആ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ കാണുമല്ലേ, അങ്ങനെയാണ്. ഒന്നിലെ ഇത് വിഷു ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. ഇപ്പം അഷ്ടമിക്കത്തപ്പൻ്റെ ആണെങ്കിൽ അഷ്ടമി അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ ഗുരുവായൂർ ഉത്സവമൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി അവിടെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം നമ്മുടെ ഏകാദശി തന്നെയാണ്. ഈ ഏകാദശി ദിനത്തിൻ്റെ പ്രത്യേകത എന്താ? ഗുരുവായൂർ ഒന്നാമത്തെ കാര്യം പ്രതിഷ്ഠാ ദിനമാണെന്ന്. അതായത് ഗുരുവും വായുവും കൂടി ആ പാതാള അഞ്ജനശിലയിലുള്ള ആ ദിവ്യ വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച ദിനമാണെന്ന്. ആരാ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതെന്ന് നമുക്കറിയാമല്ലോ. ആ മമ്മിയൂരിരുന്നിട്ട് സാക്ഷാൽ മഹാദേവനാണ് ഇതിനൊക്കെയുള്ള നേതൃത്വം കൊടുത്തത്. ആ ദിവസമാണ് ഇത്. പിന്നെ രണ്ടാമത് ഗോവിന്ദാഭിഷേകം നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ? ആ ഗോവർദ്ധന പർവ്വതത്തിൽ തടഞ്ഞു നിർത്തുകയും ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് മഴ പെയ്യിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ഇടത്തെ കൈയുടെ ആ ചെറുവിരലുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ച് ആ സകല ഗോപാലകന്മാരെയും പശുക്കളെയും ഒക്കെ ആ മഹാമാരിയിൽ നിന്ന് രക്ഷിച്ച നമ്മുടെ കൃഷ്ണനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ ദേവേന്ദ്രൻ ആപ്പാടെ വിഷമിച്ച് വന്ന് ഭഗവാനോട് സമസ്താപരാധങ്ങളും പറഞ്ഞ്, അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ സുരഭിയെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെ സുരഭി വന്ന് ആ പാലെങ്ങനെ ചുരത്തി ഭഗവാനെ അഭിഷേകം ചെയ്ത ദിവസമാണെന്ന്. പിന്നെയോ ഈ ദിവസം ഈ ഏകാദശിക്ക് വേറൊരു പേരും കൂടിയുണ്ട്, ഉത്ഥാന ഏകാദശി എന്ന്. കാരണം 4 മാസം ഭഗവാൻ യോഗനിദ്രയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉണർന്നെഴുന്നേൽക്കുന്ന ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന്. അപ്പം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് തൻ്റെ ഭക്തരെ കാണാനായിട്ട് ലക്ഷ്മി സമേതനായിട്ട് ഭഗവാൻ ഗുരുവായൂർക്കെത്തുമെന്നാണ് വിശ്വാസം. അവർ രണ്ടുപേരും മാത്രമല്ല, 33 കോടി ദേവകളും കൂടെ അവിടെ വരുമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, അന്ന് ഗുരുവായൂർ പോകാൻ കഴിയുന്ന ആ ഭക്തരുടെ ഒരു പുണ്യം. അല്ലെങ്കിൽ തന്നെ ആ ഗുരുവായൂർ ഏകാദശി ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഓരോ ചുണ്ടിലും നാരായണ നാമം മാത്രം. എല്ലായിടത്തും ഒരു വശത്ത് നാമജപഘോഷയാത്ര, അങ്ങനെ ഓരോരോ ആൾക്കാർ എല്ലാവരുടെയും ഒരു ആഘോഷ തിമിർപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗുരുവായൂർ ഏകാദശി എന്ന് പറഞ്ഞ ആഘോഷം മാത്രമല്ല, ഭക്തി, സ്നേഹം അല്ലേ, എന്താ അവിടെ നല്ല വികാരങ്ങൾ മാത്രം അവിടെയുള്ളൂ. അങ്ങനെയുള്ളൊരു ദിവസമാണ് നമ്മുടെ ഗുരുവായൂർ ഏകാദശി. പിന്നെ
ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന്. കാരണം പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരായണീയം ഭഗവാന് മേൽപ്പത്തൂർ ഭട്ടപാദർ സമർപ്പിച്ചത് ഈ ഗുരുവായൂർ ഏകാദശിയുടെ അന്നാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വലിയ അടുത്തയാളായിരുന്നല്ലോ ആരാ, നമ്മുടെ സ്വാമിയാർ, വില്ലുമംഗലം സ്വാമിയാർ. അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ച ദിവസവും കൂടെയാണെന്ന്. അതായത് ഒരു ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് സ്വാമി രാവിലെ വന്ന് തീർത്ഥക്കുളത്തിൽ പോയി, രുദ്രതീർത്ഥം എന്നല്ലേ അതിൻ്റെ പേര്, അവിടുത്തെ കുളത്തിൻ്റെ പേര്, രുദ്രതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് നേരെ അങ്ങോട്ട് അകത്തേക്ക് കയറി ശ്രീലകത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ കണ്ടു വേഗം ഉടനെ തന്നെ ഒരാൾ അയ്യോ സ്വാമി എന്നും പറഞ്ഞിട്ട് വേഗം കാലിൽ തൊട്ട് നമസ്കരിച്ചു. അയ്യോ അശുദ്ധമായി. അദ്ദേഹം പോയി വീണ്ടും ക്ഷേത്രക്കുളത്തിൽ പോയി കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ ഇത് അടുത്തയാളും ഇത് തന്നെ ചെയ്യണം. അന്നേരവും പോയി. പിന്നെ മൂന്നാമത് ഒരാളും കൂടി ഇത്, പിന്നെ രണ്ടാമതും പോയി കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആളും കൂടി ഇങ്ങനെ ചെയ്തപ്പോഴുണ്ടല്ലോ ഒരു സംശയം, എന്താ ഇങ്ങനെ വരാനായിട്ട്? ഇത്രയും കാലം ആ ശ്രീലകത്തേക്ക് ഒന്ന് നോക്കിട്ടോ, അവിടെ ഒരു കള്ളച്ചിരിയായിട്ട് ഇരിക്കുമോ അവിടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്നാണ് പറയുന്നത് ശ്രീലകത്തുനിന്ന്, അതേ വില്ലുമംഗലം, ഈ ഒരു ദിവസമെങ്കിലും അങ്ങേക്ക് എന്നെ കാണുന്നത് പോലെ ഇവിടെ വരുന്ന എല്ലാവരെയും ഒന്ന് കണ്ടുകൂടെ? അല്ലാതെ അശുദ്ധം അത് ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കുളിയും വരവും ഒക്കെ എന്താ ഇതെന്ന് ചോദിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം കണ്ണടച്ച് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് നോക്കിയപ്പോഴുണ്ടല്ലോ ആ ക്ഷേത്രത്തിൽ അകത്തും പുറത്തും എല്ലാവരും നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും വിഷ്ണുരൂപികളാണ്, യാതൊരു വ്യത്യാസവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അവിടെ എന്താ പറയുന്നത്, ഭഗവാനോട് സമസ്താപരാധങ്ങളും പറഞ്ഞു. പിന്നെ വേറെ ഒരു കാര്യം, നമ്മുടെ ഗുരുവായൂർ കേശവൻ, കേശവൻ ആനയാണെങ്കിൽ നമുക്ക് ചിരിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വിഷ്ണുപാദം പോവുകയാണ് ചെയ്തത്. അതും ഈ ഒരു ദിവസമാണ്. ഇങ്ങനെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അനേകം വൈശിഷ്ട്യമുള്ളൊരു ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി. അതോ ഗുരുവായൂരെ ആഘോഷങ്ങൾ എന്നാ തുടങ്ങണേ? ഒരു മാസം മുമ്പ് ഈ ഏകാദശിയുടെ ആഘോഷങ്ങൾ തുടങ്ങും. നമുക്കറിയാമല്ലോ, ഒരു ഗുരുവായൂർ വിളക്ക് ഒരു മാസത്തെ എന്ന് വെച്ചാൽ ഈ ആഘോഷം ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ്. വേറെ എവിടെയെങ്കിലും ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം ബാക്കി കാര്യം ഇപ്പം 41 മണ്ഡലകാലമാണ്, ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ ശരി, ഇതുപോലെ ഒരു ആഘോഷം വേറെ ഒരിടത്തും കാണുമെന്ന് തോന്നുന്നില്ല. ഈ ഏകാദശി വിളക്ക് എപ്പോഴാണെന്നറിയോ? അത് രാത്രിയിൽ ശിവേലി കഴിഞ്ഞിട്ട് ഇത് അത്താഴപ്പൂജ കഴിഞ്ഞിട്ട് ശിവേലിക്ക് എല്ലാം പുറത്തിറങ്ങുമല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഈ വിളക്കെന്ന് പറയുന്നത്. അത് ഗംഭീരമായിട്ടാണ് അത് നടത്തുന്നുണ്ടല്ലോ. ഓരോരോ വലിയ കുടുംബങ്ങൾ, കോളാടി കുടുംബം അങ്ങനെയൊക്കെയുള്ള ചിലർ, പിന്നെ ഓരോ വ്യക്തികളുടെ പേരിലുണ്ട്. അതൊന്നും അല്ലാതെ പിന്നെ സകല ഒരുമാതിരി എല്ലാ സ്ഥാപനങ്ങളും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉണ്ട്, പോലീസിൻ്റെ ഉണ്ട്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ എല്ലാവരും ഇത് നടത്തുന്നുണ്ട്. നമുക്കതുകൊണ്ട് ഇപ്പം ഗുരുവായൂർ ഏകാദശിയുടെ നമുക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്കതിൽ ഏതെങ്കിലും ഈ 30 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പോയി ഈ വിളക്കൊക്കെ കൂടി അവിടുത്തെ ആഘോഷമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോരാവുന്നതേ ഉള്ളൂ. നമുക്ക് മനസ്സിന് വളരെ ഒരു ശാന്തതയും സമാധാനവും ലഭിക്കാനായിട്ട്. അതാണ് നമ്മളുടെ ഏകാദശിയുടെ ഗുരുവായൂർ കാര്യങ്ങൾ. തീരുന്നുണ്ടോ? ഇല്ല, തീരില്ല. അതാ ചെമ്പൈ സംഗീതോത്സവം അല്ലേ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിന് സ്വരം നഷ്ടപ്പെട്ടിട്ട് പോയിട്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ വീണ്ടും പാടാനൊക്കെ പറ്റിയത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആഘോഷം സംഗീതോത്സവം ഇല്ലേ, എപ്പോഴും ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നമ്മൾ അല്ലെങ്കിൽ തന്നെ ചെന്നാൽ എപ്പോഴും ഡാൻസും പാട്ടും ഇങ്ങനെയുള്ള കലകളാണ്. അപ്പോൾ ഈ ഏകാദശി ദിവസങ്ങളിൽ ചോദിക്കാനുമുണ്ടോ? ഈ ചെമ്പൈ ഭാഗവതരുടെ അച്ഛൻ അദ്ദേഹം ഒരിക്കൽ ഈ ഗുരുവായൂർ അടുത്ത്, അന്ന് ഗുരുവായൂരൊന്നും ഇത്രയും പ്രസിദ്ധിയൊന്നുമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ, അതുപോലെ തന്നെ ചെറിയൊരു ക്ഷേത്രവും നമ്മുടെ നാട്ടിൻപുറത്തുള്ള പഴയ ക്ഷേത്രങ്ങളെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം അടുത്തൊരിടത്ത് ഇതേപോലെ കച്ചേരിക്ക് പോയി. 2 മക്കളാണ്, അവരുമായിട്ടാണ് ചെന്ന്. അത് കഴിഞ്ഞ് അവിടുത്തെ കഴിഞ്ഞപ്പം പറഞ്ഞു ഇതിന് കിട്ടിയത് അവിടെ ഗുരുവായൂർ
ഭണ്ഡാരത്തിലിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇദ്ദേഹം അത് വളരെ കണിശമായിട്ട് അനുഷ്ഠിക്കുന്നതാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ ചെമ്പൈ സംഗീതോത്സവം, പിന്നെ അവസാനത്തെ 4 ദിവസം അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ഈ 4 ദിവസമാണ് ഏറ്റവും ഗംഭീരമായിട്ട് വിളക്ക്. അവസാനത്തെ ഏകാദശിയുടെ എന്നുള്ള വിളക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയാണ്. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ വിളക്കുകൾ ഇങ്ങനെ എല്ലാം ഇത് വരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഏകാദശിയുടെ അന്ന് രാവിലെ 3 മണിക്ക് നട തുറന്നാലുണ്ടല്ലോ, അന്ന് അടയ്ക്കുകയില്ല. പിറ്റേ ദിവസം രാവിലെ ഇത് നടയടയ്ക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം മുഴുവനും ഭക്തജനങ്ങൾക്ക് അവിടെ ഭഗവാനെ കാണാനുള്ള അവസരമുണ്ട്. പക്ഷെ കാണാനുള്ള അവസരം ഉണ്ടെങ്കിലും അത്ര എളുപ്പമല്ല അവിടെ കയറുന്ന, കാരണം അതുപോലെയുള്ള തിരക്കായിരിക്കുമല്ലോ അവിടെ അന്നൊക്കെ. ഒരാൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, രാത്രി 8:30 അദ്ദേഹം കണ്ടു എലൈറ്റിൻ്റെ അവിടെ ഒരാൾ ക്യൂവിൽ നിൽക്കുന്ന കണ്ടു. പിറ്റേ ദിവസം 6 മണിയായപ്പോഴാണ് അദ്ദേഹം അകത്തേക്ക് കയറുന്നത് കണ്ടെന്ന്. അപ്പോൾ ആലോചിക്കാമല്ലോ അവിടുത്തെ ആ ഒരു എന്താണ് അവിടുത്തെ തിരക്കുന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ദ്വാദശി പണം സമർപ്പിക്കലുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഏകാദശി നോക്കുന്ന എല്ലാവരും തന്നെ ഗുരുവായൂരെത്തിക്കഴിഞ്ഞാൽ അവർ ദ്വാദശി പണം സമർപ്പിക്കും. ഈ സമർപ്പിക്കുന്ന ദേവസ്വത്തിനൊന്നുമല്ല കേട്ടോ, വളരെ എന്താ പറയണേ, ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ അറിഞ്ഞ് വളരെ ഇതായിട്ടുള്ള, അത് ചില ഇത് ഇരിങ്ങാലക്കുട യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് കടവല്ലൂർ അന്യോന്യത്തിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ അങ്ങനെയുള്ള 3 ആൾക്കാർക്കാണ്, 3 യോഗക്കാർക്കാണ് അവിടുത്തെ ആൾക്കാരാണ് വന്ന് വാങ്ങിക്കുന്നത്. ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 4ആയിട്ട് പങ്കിടും. ഒരു ഭാഗം ഗുരുവായൂർ ദേവസ്വത്തിന്, മറ്റേത് ഇവർ 3 പേരും വന്നിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്, സ്വീകരിക്കുന്ന ദ്വാദശിപ്പണം. അങ്ങനെ അത് പങ്കുവയ്ക്കുന്ന അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാര്യം ഭഗവാന് നമ്മൾ വീട്ടിലിരുന്ന് നോറ്റു ദ്വാദശിപ്പണം സമർപ്പിക്കാനായിട്ട് നമുക്ക് ഇപ്പം ഗുരുവായൂർ പിറ്റേ ദിവസം രാവിലെ ദ്വാദശിയുടെ ഒന്ന് പോകാൻ പറ്റില്ലല്ലോ, പറ്റിയെന്ന് വരില്ല. അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റി വെക്കാം. നമ്മൾ എത്രയാണോ നമ്മൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാറ്റി വെക്കാം. എന്നെങ്കിലും നമ്മൾ അടുത്തെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുക്കാം. ഭഗവാനിപ്പോൾ അത് തിരിച്ചു വ്യത്യാസമൊന്നുമില്ലല്ലോ. ഗുരുവായൂരെ കൃഷ്ണൻ, കോലാനി കൃഷ്ണൻ, തൊഴില കൃഷ്ണൻ എന്നൊന്നും പറഞ്ഞ് എല്ലാം കൃഷ്ണൻ തന്നെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞാലും ദ്വാദശിയുടെ എന്നോട് ഗംഭീര സദ്യയൊക്കെയാണ്. അതും കൊണ്ടും തീരുന്നില്ല. ത്രയോദശി ഊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇതും കൂടെ ത്രയോദശി കഴിഞ്ഞിട്ട് അവിടുത്തെ ഗുരുവായൂരെ ഈ ഏകാദശി ഉത്സവം സമാപിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഗുരുവായൂർ ഏകാദശി നോറ്റ് അവിടെ പോയി ഇതിലൊക്കെ പങ്കുകൊള്ളാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ ഇനിയിപ്പം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം നമ്മളെല്ലാവരും എല്ലാ വീഡിയോകളിലും ഇതൊക്കെ കേൾക്കുന്നതാണ് അല്ലേ. ദ്വാദശിയുടെ എന്ന് അങ്ങനെ വേണം, ഒരു നേരം ഊണ്. പിന്നെ ശരിക്കും ഇത് നിഷ്കർഷിച്ചിരിക്കുന്ന ഒന്നും കഴിക്കാതെയുള്ള ഉപവാസം തന്നെയാണ്. അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. പക്ഷേ പലർക്കും അത് പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ. പറ്റുന്നവർ, ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ളവർ അത് തന്നെ ചെയ്യണം. പിന്നെ അത് പറ്റാത്തവർ പറഞ്ഞ പോലെ ലഘുവായിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ കഴിയുക. അത് തന്നെയല്ല, ഭഗവാൻ നാമജപങ്ങൾ, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും മാത്രം ചെയ്യുക. അല്ലാതെ ദുഷ്ടബുദ്ധികളായിട്ട് അതും ഇതുമൊക്കെ ചിന്തിക്കുകയും പറയും, വീട്ടിലുള്ളവരോട് വഴക്കിടുകയും റോഡിൽ കാണുന്നവരോടൊക്കെ നമ്മൾ ഞാൻ ഏകാദശി നോക്കും അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള ആ സംസാരം ഒന്നും വേണ്ട. ആവശ്യത്തിന് നല്ല കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി ഈ ഗുരുവായൂർ ഏകാദശി വിധിയാമണ്ണം നോറ്റാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നും കൂടെ നമ്മൾ അറിയണ്ടേ. നമ്മൾ പറയുന്നു മോക്ഷപ്രാപ്തിക്കാണെന്ന് പറയുന്നു, അത് മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ പുരാണത്തിലുള്ളതാണ് ഇത് കേട്ടോ. ഇതൊന്നും ഞാൻ എൻ്റേതായിട്ടുണ്ടാക്കി പറയുന്നതല്ല. അതിൻ്റെ ആദ്യത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് രാജ്യത്വം കൈവരുമെന്നാണ്. അപ്പോൾ ഈ കാലത്ത് നമുക്കറിയാം, നമുക്ക് ആർക്കും രാജാവാകാൻ പറ്റില്ല. ഇന്ന് ജനാധിപത്യമാണ്, രാജാധിപത്യമൊക്കെ എന്നേ പോയി. പിന്നെ നമുക്കെല്ലാവർക്കും ഇപ്പം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരു മന്ത്രിയോ ഒരു ജില്ലാ പ്രസിഡന്റ് ഒന്നും ആവാൻ പറ്റില്ല അല്ലേ, ഒന്നുമില്ല.
കാരണം നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് പോലും ആവാൻ പറ്റില്ല. കാരണം ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഏകാദശി നോക്കിയിട്ട് ആർക്കും. പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പദവി ഉണ്ടാകും. ഏതെങ്കിലും നല്ല ഉദ്യോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നല്ലൊരു പദവി ഉണ്ടാകും. അതോടുകൂടി സർവ്വ ഐശ്വര്യവും നമുക്കുണ്ടാകും. ഈ ഭൗതിക ജീവിതത്തിൽ, നമ്മളുടെ ഇവിടുത്തെ ജീവിതത്തിൽ നല്ല ഐശ്വര്യം നമുക്കുണ്ടാകും എല്ലാ വിധത്തിലും. സമ്പത്ത് അല്ലേ, പിന്നെ എന്ത് വേണമെങ്കിൽ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, ഇത് ആഭരണങ്ങൾ എന്തും എല്ലാം നമുക്കുണ്ടാവും. പിന്നെ രണ്ടാമത് തന്നെ ഉണ്ടാകുന്നതെന്നറിയാമോ? രണ്ടാമതുള്ള സൽപുത്രന്മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പുത്രന്മാർ നന്നാകും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം അതേസമയം ചെറുപ്പമുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല പുത്രന്മാരുണ്ടാകും, അവർക്ക് അങ്ങനെ. പക്ഷെ പ്രായമായവർക്കിപ്പം അവരുടെ മക്കൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകും. അതല്ലേ നമ്മളമ്മമാരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന, മക്കൾക്ക് നല്ല ജീവിതം വേണമെന്നല്ലേ. അതുമാത്രമേ എല്ലാവർക്കും അതെ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആത്മീയതയുണ്ടെങ്കിലും എല്ലാവർക്കും അവനവൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്ത. അങ്ങനെ അതുണ്ടാവും. മൂന്നാമതാണ് മോക്ഷപ്രാപ്തി വരുമെന്നുള്ളത്. പിന്നെ മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ മരണശേഷം ആവണമെന്നില്ല. ഈ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും ഒക്കെ സ്വർഗമല്ലേ. നമ്മുടെ കുടുംബവും എല്ലാ കുടുംബങ്ങളും സ്വർഗമാണ്, മോക്ഷമാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉപേക്ഷയും കൂടാതെ എല്ലാവരും ഇതൊക്കെ ഈ ഒരു ഏകാദശിയെങ്കിലും നോക്കണം. പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ 3 ഏകാദശിയെങ്കിലും, ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, പിന്നെ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാത ഏകാദശി, ഈ 3 ഏകാദശിയും ആരും നോക്കാതിരിക്കരുത്. പണ്ട് കേരളത്തിലൊന്നും ആരും ഇത് നോക്കാതിരിക്കാറില്ല എന്നാണ് എൻ്റെ ചെറുപ്പത്തിലേക്ക് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ അമ്മക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിലും ചോറ് വയ്ക്കില്ല അന്ന് ഗോതമ്പല്ല, കൂടുതൽ ചാമയാണ്. ഈ ചാമയൊക്കെ കഴിച്ച് അല്ലെങ്കിൽ പുഴുക്കൊക്കെ കഴിച്ച് അങ്ങനെയാണ് എല്ലാവരും വന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വല്ല കരിക്കും വെള്ളമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ പാലോ ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കഴിയുന്നതും വളരെ ലൈറ്റ് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഭഗവാനെ പറ്റി ഇതായിട്ടുള്ള. അല്ലെങ്കിൽ വയറ് ഫുള്ളായിട്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരും. പിന്നെ ഏകാദശി നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പകൽ ഉറങ്ങരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും എന്താണ് നമ്മുടെ പൂന്താനം തിരുമേനി പറഞ്ഞിരിക്കുന്നത് എന്താ? വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുവിനേവരുന്നല്ലേ. നമുക്കെല്ലാവർക്കും ഈ ഏകാദശിയൊക്കെ നോട്ട് അങ്ങനെ വൈകുണ്ഠത്തിന് പോകുന്നേ. ഇപ്പം എന്താ പ്രശ്നമുള്ളത്? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഏകാദശി നോക്കാം. എല്ലാവർക്കും ഈ ഏകാദശിയുടെ പുണ്യം കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.